മൈൻഡ് മോക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നമ്മൾ പ്രാക്ടിക്കൽ കൗൺസിലിംഗ് ബേസിക് ലെവൽ 1 മോഡ്യൂളുകളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി കൗൺസിലിംഗ് ഫോർമാറ്റാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനോടകം ഒന്നാമത്തെ സ്റ്റെപ്പ് വെൽക്കമിങ് ദ ക്ലയന്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്തു. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഫിസിക്കൽ അറ്റൻഡിങ് എങ്ങനെയാണ് ക്ലയന്റിനെ കംഫർട്ടാക്കേണ്ടതെന്ന് നമ്മൾ നോക്കി. തുടർന്ന് മൂന്നാമത്തെ സ്റ്റെപ്പ് ക്ലയന്റിനെ നമ്മൾ കഥ പറയാൻ അനുവദിച്ചു. നാലാമത്തെ സ്റ്റെപ്പിൽ ക്ലയന്റ് പറഞ്ഞിട്ടുള്ള കഥ നമുക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ക്ലയന്റിന് ബോധ്യപ്പെടുത്തി കൊടുത്തു. റിഫ്ലക്ട് ദ കോണ്ടന്റ് ഓഫ് വാട്ട് ദ ക്ലയന്റ് ഹാസ് സെറ്റ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഒരു പരിധിവരെ ക്ലയന്റിന് ആശ്വാസം കിട്ടുന്നതിന് റിഫ്ലക്ട് ദ കോണ്ടന്റ് സഹായകമാകുമെന്ന് നമ്മൾ മനസ്സിലാക്കി. അതിനോടൊപ്പം നമ്മൾ ചേർത്ത് മനസ്സിലാക്കിയതാണ് അഞ്ചാമത്തെ സ്റ്റെപ്പ്, റിഫ്ലക്ട് ദ ഫീലിംഗ് അല്ലെങ്കിൽ ഹെൽപ്പ് ദ ക്ലയന്റ് ടു പ്രോസസ് ആൻഡ് റിലീസ് ദ ഫീലിങ്സ്. ക്ലയന്റിന്റെ ഫീലിങ്സ് എന്താണെന്നും അത് നമ്മൾ മനസ്സിലാക്കുകയും അത് റിലീസ് ചെയ്യാൻ ക്ലയന്റിനെ സഹായിക്കുകയും ചെയ്തു. തുടർന്ന് നമ്മൾ ആറാമത്തെ സ്റ്റെപ്പായിട്ട് പ്രോസസ് ദ മെറ്റാ എക്സ്പീരിയൻസ്, ഇപ്പോഴത്തെ പ്രശ്നത്തിന് പഴയ പ്രശ്നങ്ങൾ എങ്ങനെ കാരണമാകുന്നു, അത് എത്രത്തോളം ഇപ്പം ക്ലയന്റിനെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പരിശോധിച്ചു. ഇനി നമ്മൾ പോകുന്നത് എട്ടാമത്തെ മോഡ്യൂളിലേക്കാണ്. എട്ടാമത്തെ മോഡ്യൂൾ 7ാമത്തെ സ്റ്റെപ്പാണ് നമ്മൾ പരിഗണിക്കുന്നത്. സ്റ്റെപ്പ് 7 പിൻ പോയിന്റ് ദ പ്രോബ്ലം, അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞ ഡയഗ്നോസിസ്, രോഗനിർണയം നടത്തുക. നമ്മൾ ഇതുവരെ കടന്നു വന്നിട്ടുള്ള ഒരു സീക്വൻസ് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. നമ്മൾ ക്ലയന്റിനെ വെൽക്കം ചെയ്തു, സ്മോൾ ടോക്സ് നടത്തി, ക്ലയന്റിനെ കംഫർട്ടബിൾ ആക്കി, ക്ലയന്റിന്റെ കേസ് പ്രസന്റ് ചെയ്ത കേസ് നമുക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ക്ലയന്റിന് തിരിച്ച് നമ്മൾ പാരാഫ്രൈസ് ചെയ്ത് മനസ്സിലാക്കി കൊടുത്തു. ക്ലയന്റിന്റെ ഇമോഷൻസ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇമോഷൻസ് റിഫ്ലക്റ്റ് ചെയ്യാൻ ക്ലയന്റിനെ അനുവദിച്ചു. തുടർന്ന് ഇപ്പോഴുള്ള പ്രശ്നത്തിന് എത്രത്തോളം പഴയ കാര്യങ്ങൾ, ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ കാരണമാകുന്നു എന്ന് നമ്മൾ നോക്കി. ഇത്രയും കഴിഞ്ഞാൽ ഇനി നമ്മളുടെ റോളാണ് വളരെ പ്രധാനപ്പെട്ടത്. ഈ കിട്ടിയ അറിവുകളുടെ അടിസ്ഥാനത്തിൽ, ഈ മനസ്സിലാക്കിയ കേസിന്റെ അടിസ്ഥാനത്തിൽ, ഇത്രയും കേട്ടതിൻ്റെയും മനസ്സിലാക്കിയതിൻ്റെയും അടിസ്ഥാനത്തിൽ നമ്മൾ രോഗനിർണയം നടത്തേണ്ടതുണ്ട്. എന്താണ് ക്ലയന്റ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നം എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. അത് മനസ്സിലാക്കി കഴിഞ്ഞാലാണ് ഇനി എന്ത് ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കേണ്ടത്. ട്രീറ്റ്മെന്റ് പ്ലാൻ തയ്യാറാക്കണമെങ്കിൽ ഡയഗ്നോസിസ് നടക്കണം, രോഗനിർണയം നടക്കണം. അപ്പൊ ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ എങ്ങനെയാണ് രോഗനിർണയം നടത്തേണ്ടത്, രോഗനിർണയം നടത്തുന്ന സമയത്ത് എന്തൊക്കെയാണ് പരിഗണിക്കേണ്ടത്, അഥവാ നമ്മൾ പ്രശ്നം പിൻ പോയിന്റ് ചെയ്യാൻ പോവുകയാണ്. നേരത്തെ പ്രശ്നം പ്രസന്റ് ചെയ്തു. ആ പ്രസന്റ് ചെയ്തതിനെ നമ്മൾ പ്രസന്റിങ് ഇഷ്യൂ എന്നാണ് പറയുക. ഈ പ്രസന്റിങ് ഇഷ്യൂവിൽ നിന്ന് നമ്മൾ കോർ ഇഷ്യൂ കണ്ടെത്തേണ്ടതുണ്ട്. കോർ ഇഷ്യൂ എന്ന് പറയുന്ന സമയത്ത് ക്ലയന്റിന്റെ ബുദ്ധിമുട്ട് യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്, അതിന്റെ കാരണം എന്താണ്. കാരണം കണ്ടെത്തി കഴിഞ്ഞാലാണല്ലോ നമുക്ക് പരിഹാരത്തെക്കുറിച്ച് ആലോചിക്കാൻ പറ്റുക. അപ്പൊ ഈ സ്റ്റെപ്പ് കൗൺസിലറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. തെറപ്പിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് കറക്റ്റ് ആയാലാണ് ട്രീറ്റ്മെന്റ് പ്ലാൻ കറക്റ്റ് ആവുക. ഈ ഒരു തിരിച്ചറിയൽ, ഈ ഒരു ഡയഗ്നോസിസ് ഓക്കെ ആയാലാണ് ട്രീറ്റ്മെന്റ് ഓക്കെ ആവുക. അതുകൊണ്ട് നമ്മൾ അല്പം വിശദമായി തന്നെ ഈ ഒരു സ്റ്റെപ്പ് ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പൊ 7ാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ പിൻ പോയിന്റ് ദ പ്രോബ്ലം അല്ലെങ്കിൽ ഡയഗ്നോസിസ് ആണ് നോക്കുന്നത്. അപ്പൊ അതിൽ ആദ്യ വീഡിയോയിൽ നമ്മൾ ഡയഗ്നോസിസിനെ കുറിച്ച് സംസാരിക്കുകയാണ്. ഇവിടെ നമ്മൾ 3 കാര്യങ്ങൾ പ്രധാനമായും പരിഗണിക്കേണ്ടതുണ്ട്, നമ്മൾ ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, ഈറ്റിംഗ്. ക്ലയന്റിന് ഭക്ഷണത്തോട് താല്പര്യമുണ്ടോ, താല്പര്യക്കുറവുണ്ടോ, താല്പര്യ കൂടുതലുണ്ടോ, ഓവർ ഈറ്റിംഗ് ഉണ്ടോ, ഭക്ഷണം കഴിക്കാൻ തോന്നാത്ത സാഹചര്യമുണ്ടോ, ഭക്ഷണത്തോട് മടുപ്പുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്, സ്ലീപ്പിംഗ്. ഉറക്കം കിട്ടാത്ത അവസ്ഥ വരുന്നുണ്ടോ,
ഓവറായിട്ട് സ്ലീപ്പ് അനുഭവപ്പെടുന്നുണ്ടോ? അതല്ലെങ്കിൽ കുറച്ച് ഉറങ്ങിയിട്ട് നമ്മൾ ഉണർന്നിട്ട് പിന്നെ ഉറക്കം വരാത്ത പ്രശ്നം വരുന്നുണ്ടോ? അതല്ലെങ്കിൽ ഉറക്കത്തിന് ഒട്ടും ആഴം കിട്ടാത്ത പ്രശ്നം വരുന്നുണ്ടോ? പകല് അമിതമായിട്ട് ഉറങ്ങുന്നുണ്ടോ? രാത്രി ഉറക്കം കിട്ടാതെ വരുന്നുണ്ടോ? ഇങ്ങനെയുള്ള സ്ലീപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ ഫീലിംഗ്. ക്ലയന്റിന്റെ ഫീലിംഗ് എന്താണ്? സാഡ്നെസ് ആണോ ഫീൽ ചെയ്യുന്നത്? ആങ്കർ ആണോ ഫീൽ ചെയ്യുന്നത്? അതല്ലെങ്കിൽ എംപ്റ്റിനെസ്, വല്ലാത്തൊരു ഒന്നും തോന്നാത്തൊരവസ്ഥയാണോ ഫീൽ ചെയ്യുന്നത്? ഇങ്ങനെ ഈ 3 കാര്യങ്ങൾ നമ്മൾ വിശദമായിട്ട് ചോദിച്ച് മനസ്സിലാക്കണം. എന്തുകൊണ്ട് ഈ 3 കാര്യങ്ങളെന്ന് ചോദിച്ചാൽ, ഒരു അസുഖത്തിന്റെ സിംപ്റ്റത്തിൽ ഇത് 3ഉം വരും. പ്രത്യേകിച്ചും മാനസികമായ അസുഖങ്ങളുടെ, മാനസികമായ പ്രശ്നങ്ങളിൽ ഇത് 3ലും തകരാറുണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് രോഗനിർണയം നടത്തുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഈ കാര്യങ്ങളിൽ വരുന്ന ഫ്ലക്ച്വേഷൻസ്, ഈ കാര്യങ്ങളിൽ വരുന്ന ചേഞ്ചസ്. അത് കൂടുതലാവാം, കുറവാവാം. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടുള്ളതിൽ നിന്ന് വ്യത്യസ്തമാകാം. ഒരു നേരമോ ഒരു ദിവസമോ ഒന്നും ഉണ്ടാവുന്ന വ്യത്യാസമല്ല നമ്മൾ പറയുന്നത്. ഏറ്റവും ചുരുങ്ങിയത് ഒരു 2 ആഴ്ചയെങ്കിലും നീണ്ടു നിൽക്കുന്ന വിധത്തിൽ ഈ പ്രശ്നങ്ങൾ ഒരു ക്ലയന്റിനെ അലട്ടുന്നുണ്ടെങ്കിൽ അയാൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഇത് 3ഉം നമ്മൾ ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈവൻ ഇപ്പം നിങ്ങൾക്കറിയാം, നമുക്കൊരു മെഡിക്കൽ ഇഷ്യൂ ആയിട്ട്, ഒരു ശാരീരിക പ്രശ്നമായിട്ട് ഡോക്ടറെ കണ്ടാൽ പോലും ഈ കാര്യങ്ങൾ ഇപ്പോൾ അവർ അന്വേഷിക്കാറുണ്ട്, ചോദിച്ച് മനസ്സിലാക്കാറുണ്ട്. കാരണം ഇത് നമ്മുടെ ഫിസിക്കൽ ഹെൽത്തുമായി റിലേറ്റ് ചെയ്യുന്ന കാര്യമാണ്, മെൻ്റൽ ഹെൽത്തുമായി റിലേറ്റ് ചെയ്യുന്ന കാര്യമാണ്, ഇമോഷണൽ ഹെൽത്തുമായി റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ കേസ് ഹിസ്റ്ററി എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വിശദമായിട്ട് ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് നമ്മളെ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നതിലേക്കും മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ നടത്തുന്നതിലേക്കുമൊക്കെ ലീഡ് ചെയ്യുന്നതിന് സഹായകമായിരിക്കും. ഇപ്പൊ ഡയഗ്നോസിങ്ങിന്റെ ഭാഗമായിട്ട് 3 തരത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കും നമ്മുടെ മുമ്പിൽ എത്താൻ സാധ്യത ഉള്ളത്. കാരണം നമ്മൾ പരിഗണിക്കുന്നത് മാനസിക പ്രശ്നങ്ങളാണല്ലോ. അതുകൊണ്ട് തന്നെ 3 തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ എത്തിച്ചേരാൻ സാധ്യത. ഒന്ന് ബയോ കെമിക്കൽ പ്രോബ്ലംസ് ആണ്, അഥവാ ഹോർമോണൽ പ്രോബ്ലംസ് ആണ്. ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടുണ്ടാവുന്ന അസുഖങ്ങളാണ്. ഇവിടെ ഹോർമോണൽ ഇംബാലൻസ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ കൂടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് കൂടി ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ഇതിൻ്റെ വ്യത്യാസം കൊണ്ടുണ്ടാവുന്ന, കെമിക്കൽ ഇംബാലൻസ് കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ഒന്ന്. രണ്ടാമത് സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ആണ്. മാനസികമായ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ മാനസിക പ്രയാസങ്ങൾ എന്ന് പറയുന്നത്. മൂന്നാമത് വരുന്നതാണ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്, വ്യക്തിത്വ വൈകല്യങ്ങൾ എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം. ഇങ്ങനെ 3 തരത്തില് പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലെത്താൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മുടെ മുമ്പിലെത്തിയ പ്രശ്നം ഹോർമോണൽ പ്രോബ്ലമാണോ, അഥവാ ബയോകെമിക്കൽ പ്രോബ്ലമാണോ, അതല്ലെങ്കിൽ സൈക്കോളജിക്കൽ പ്രോബ്ലമാണോ, അതല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റേണ്ടത്. എങ്ങനെയാണ് ഇത് തിരിച്ചറിയുക? ബയോകെമിക്കൽ പ്രോബ്ലം ആണെങ്കിൽ അതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയായിരിക്കും? സൈക്കോളജിക്കൽ പ്രോബ്ലം ആണെങ്കിൽ അതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയായിരിക്കും? പേഴ്സണാലിറ്റി ഡിസോർഡർ ആണെങ്കിൽ അതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയായിരിക്കുമെന്ന് വരും വീഡിയോസിൽ നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളെ ആരാണ് കാണേണ്ടത്, ആരാണ് ട്രീറ്റ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളും അവിടെ നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ 3ൽ ഏതെങ്കിലും ഒരു പ്രശ്നമായിരിക്കും നമ്മുടെ മുമ്പിൽ എത്തിപ്പെടാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഇതൊക്കെ 3ഉം എന്താണെന്നും, എന്തൊക്കെയാണ് ഇതിൻ്റെ സിംറ്റംസ് എന്നും, ആരാണ് ഇത്തരം ആളുകളെ കാണേണ്ടതെന്നും ചികിത്സിക്കേണ്ടതെന്നും, ഇത്തരം പ്രശ്നം നമ്മുടെ മുമ്പിലെത്തിയാൽ നമ്മളതെങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത്, ആർക്കാണ് നമ്മൾ റെഫർ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരും വീഡിയോസിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മളൊരു ചെറിയ വീഡിയോ ആണ് ഡയഗ്നോസിസുമായി ബന്ധപ്പെട്ട്, അതിവിടെ അവസാനിക്കുകയാണ്. ഇനി ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് ഹോർമോണൽ പ്രോബ്ലംസ്, സൈക്കോളജിക്കൽ പ്രോബ്ലംസ്, പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്, അത് നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യണം, ആര് കൈകാര്യം ചെയ്യണം, ഇതെല്ലാം നമുക്ക് വരും വീഡിയോസിൽ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു സോ മച്ച്.